മീഡിയ മിഷൻ അവതരിപ്പിക്കുന്ന ബൈബിൾ ക്ലാസ്. യേശുക്രിസ്തു ശുഭ്രമായ ഉദയനക്ഷത്രം. ജീസസ് ക്രൈസ്റ്റ് ദ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ. ക്ലാസുകൾ നയിക്കുന്നത് പാസ്റ്റർ വി.പി. ഫിലിപ്പ്, പാസ്റ്റർ IPC കുവൈറ്റ്. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6 മണിക്ക് പ്രാർത്ഥനാപൂർവ്വം വചനം ശ്രദ്ധിക്കാം. നമ്മുടെ രക്ഷിതാവും നാഥനുമായ യേശുക്രിസ്തുവിന്റെ വന്യ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും വളരെ വിനീതമായി വന്ദനം ചെയ്യുന്നു. മീഡിയ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന യേശുക്രിസ്തു ശുഭ്രമായ ഉദയനക്ഷത്രം, ജീസസ് ക്രൈസ്റ്റ് ദ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ എന്നുള്ള വചന ധ്യാനത്തിലേക്ക് വീണ്ടും വളരെ ഹൃദയംഗമായി നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിനെ അറിയുവാനും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ അനുഭവിപ്പാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യം എത്ര വലുതാണ്. അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2-ാം സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. 2-ാം സങ്കീർത്തനം അതിന്റെ 12-ാം വാക്യം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. രക്ഷയ്ക്കു വേണ്ടി യേശുക്രിസ്തുവിനെ ചുംബിക്കുവാൻ വളരെ മനോഹരമായ ഒരു ആഹ്വാനം ഭക്തൻ ഇവിടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ചുംബിക്കുവാൻ നമുക്ക് ഇവിടെ ആഹ്വാനം ലഭിച്ചിരിക്കുന്നു. ദൈവം കോപിക്കുമോ? ദൈവം സ്നേഹവാനല്ലേ എന്ന് നാം ചിലപ്പോൾ ചോദിച്ചു പോകും. ദൈവം കോപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ, ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത പ്രമാണത്തിൽ നിന്ന് അവർ മാറിപ്പോയപ്പോൾ, ദൈവത്തിനെതിരെ അവർ പിറുപിറുത്തപ്പോൾ ദൈവം അവർക്ക് എതിരെ തിരിഞ്ഞു. ദൈവം കോപിച്ചു. എന്നാൽ ദൈവം കോപിക്കുന്ന ദൈവം മാത്രമല്ല, അവൻ സ്നേഹിക്കുന്ന ദൈവമാണ്. കരുണ കാണിക്കുന്ന, ആർദ്രത കാണിക്കുന്ന, സ്നേഹസമ്പന്നനായ ദൈവത്തെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 30-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവന്റെ കോപം ക്ഷണനേരത്തേക്കേ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. കോപിക്കുന്ന ദൈവം മാത്രമല്ല, ആ ദൈവത്തിന്റെ സ്നേഹം, അവന്റെ പ്രസാദം, അവന്റെ അംഗീകാരം, ആ ദൈവം കാണിക്കുന്ന ആർദ്രത, അത് ജീവപര്യന്തം ഉള്ളതാണെന്ന് ഇവിടെ ഭക്തൻ പറയുന്നു. ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ, ദൈവത്തിന്റെ സ്നേഹം സമ്പാദിക്കുവാൻ നാം അവന്റെ അടുക്കലേക്ക് പോകേണ്ടതുണ്ട്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ഈ വഴിയാത്ര അപകടം നിറഞ്ഞ ഒരു വഴിയാത്രയാണ്. നമ്മുടെ റോഡുകളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നത് പോലെ തന്നെ ജീവിതയാത്രയിൽ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. നമുക്ക് ഈ വഴിയെക്കുറിച്ച് ശരിയായി അറിയത്തില്ല. ഈ വഴി എവിടെ വരെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഈ ജീവിതയാത്ര എവിടെ വരെ ഉണ്ട് എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് പറയുവാൻ ഒരു ജന്മസ്ഥലമുണ്ട്, നമുക്ക് പരിചയപ്പെടുത്തുവാൻ
നാം ജനിച്ച ഒരു തീയതിയുണ്ട്. എന്നാൽ എന്ന് നാം മരിക്കുമെന്ന്, ഈ ജീവിതയാത്ര എവിടെ അവസാനിക്കുമെന്ന്, എവിടെ വെച്ച് നാം മരിക്കുമെന്നൊന്നും നമുക്ക് പറയുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ ആരംഭവും ഇപ്പോൾ നാം എവിടെയാണെന്നും നമുക്കറിയാം. എന്നാൽ ഈ ജീവിതയാത്ര എവിടെ വരെ ഉണ്ട് എന്ന് നമുക്കറിയത്തില്ല. ഈ വഴിയുടെ ആരംഭവും അവസാനവും അറിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. ജീവിതയാത്രയുടെ, ജീവിത വഴിയുടെ ആരംഭവും അവസാനവും അറിയുന്ന ഒരുവൻ മാത്രം. ഭക്തൻ ഇവിടെ പറയുന്നു, ഉയരത്തിലെ ദൈവം കോപിച്ചിട്ട് ഈ വഴിയാത്രയിൽ നാം നശിച്ചു പോകാതിരിപ്പാൻ ഈ വഴിയുടെ ആരംഭവും അവസാനവും അറിയുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ചുംബിക്കുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആണെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തു. യേശുക്രിസ്തു സകലത്തിന്റെയും ആരംഭമാണ്. സകലത്തിന്റെയും അവസാനം യേശുനാഥന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജീവിതയാത്രയിൽ നാം നശിച്ചു പോകാതിരിപ്പാൻ എല്ലാം അറിയുന്ന, സകലവും അറിയുന്ന ഈ വഴിയാത്രയിൽ അപകടങ്ങൾ പതിയിരിക്കുമ്പോൾ, നശിപ്പിക്കുന്ന സംഭവങ്ങൾ പതിയിരിക്കുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന യേശുനാഥനിലേക്ക് നാം നമ്മുടെ കണ്ണുകളെ ഉയർത്തുക. യേശുനാഥനെ നാം ആശ്രയിക്കുക, അവനിൽ നാം വിശ്വസിക്കുക. എന്നാൽ ഈ വഴിയാത്രയിൽ നമുക്ക് രക്ഷ നേടുവാൻ കഴിയും. വളരെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. എവിടെയും എന്തും സംഭവിക്കാം. എപ്പോഴും ആശങ്കകൾ നിറഞ്ഞ ഒരു ജീവിതം. എന്നാൽ സുരക്ഷിതത്വത്തിന് വേണ്ടി, ജീവിതത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി യേശുക്രിസ്തുവിൽ നാം ആശ്രയിക്കേണ്ടതുണ്ട്. അവനെ നാം ചുംബിക്കേണ്ടതുണ്ട്. നാം ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് വേദപുസ്തകം നന്നായി വിലയിരുത്തുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട തിരുവെഴുത്താണ് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നത്. എന്നാൽ നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിനെ കുറിച്ചും ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. വേദപുസ്തക ഭാഷയിൽ നാം ജീവിച്ചിരിക്കുന്ന കാലയളവ് ഇത് അന്ത്യ കാലയളവാണ്. എൻഡ് ടൈം. 2 Timothy chapter 3 verse 1. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായം 1-ാം വാക്യം. ഇത് അന്ത്യകാലമാണെന്നുള്ള വ്യക്തമായ രേഖ നമുക്ക് ലഭ്യമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് ബൈബിൾ പറയുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അപ്പൊ നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഇത് എൻഡ് ടൈമാണ്. ഇത് അന്ത്യകാലമാണ്. ലോക അവസാനത്തിന്റെ നാളുകളിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുർഘട സമയങ്ങൾ പതിയിരിക്കുന്ന, ദുർഘട സമയങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമായി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. പ്രിയരെ, ആശങ്കകൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ, പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ അന്ത്യകാലഘട്ടത്തിൽ, ദുർഘട സമയങ്ങളിൽ നമ്മുടെ വഴിയാത്രയിൽ നാം നശിച്ചു പോകാതിരിക്കുവാൻ, പുത്രനെ ചുംബിക്കുവാൻ തിരുവെഴുത്ത് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത വിഷമങ്ങൾ നിറഞ്ഞ, ഭാരങ്ങൾ നിറഞ്ഞ, വൈതന്യങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ദുർഘട സമയങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി യേശുനാഥന്റെ മുഖത്തേക്ക് നോക്കുവാൻ, യേശുനാഥനെ ചുംബിക്കുവാൻ വേദപുസ്തകം ആഹ്വാനം ചെയ്യുന്നു. 1, ഇത് അന്ത്യകാലഘട്ടമാണ്. 2, ദുർഘട സമയങ്ങൾ ഉള്ള ഒരു കാലഘട്ടമാണ്. വേദപുസ്തകം ഉപയോഗിക്കുന്ന മറ്റൊരു പദപ്രയോഗം, ഇത് ദുഷ്കാലമാണ്. എഫേസ്യ ലേഖനം 5:16 ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ എന്നുള്ള ആഹ്വാനം നമുക്ക് ലഭ്യമാകുന്നു. ദുഷ്കാലം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് പെയിൻഫുൾ ഡേയ്സ് എന്നാണ്. വേദനാജനകമായിരിക്കുന്ന, വേദന നിറഞ്ഞ ഒരു കാലഘട്ടം. വിശുദ്ധ പൗലോസ് അത് കുറിക്കുമ്പോൾ അന്നത്തെ ദൈവസഭയ്ക്കെതിരെ, ദൈവജനത്തിനെതിരെ നീറോ ചക്രവർത്തി കാഠിന്യമേറിയ പീഡനങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്. നൂറുകണക്കിന്, ആയിരക്കണക്കിന് ക്രിസ്തു ഭക്തന്മാരെ എരിതീയിൽ വെന്തിരിക്കുന്ന, തിളച്ച എണ്ണയിൽ ചുട്ടിരിക്കുന്ന, ദുഷ്ടമൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്ന
ഒരു കാലഘട്ടം. വിശുദ്ധ പൗലോസ് പറയുന്നു, ഈ കാലഘട്ടം ഇത് വളരെ വേദന നിറഞ്ഞ ഒരു കാലഘട്ടമാണ്, ദുഷ്കാലമാണ്. The days are evil. ഏറ്റവും പൈശാചികമായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളെ നിങ്ങൾ വീണ്ടെടുക്കുവാൻ വിശുദ്ധ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. നാം ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ട് ദുഷ്കാലം തന്നെയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നാം അറിഞ്ഞിട്ടില്ലാത്ത എത്രയോ ഭയാനകമായ കാഴ്ചകളിലൂടെ നാം കടന്നു പോകുന്ന ഒരു കാലഘട്ടം. ദുഷ്ടപിശാച് സമയത്തെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം. ഭയരഹിതമായി ആളുകൾക്ക് സഞ്ചരിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം. പ്രിയരെ, ഇത് ദുഷ്കാലമാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ സംസ്കാരങ്ങൾ, പുതിയ പ്രകടനങ്ങൾ, പുതിയ അക്രമവാസനകൾ കൊച്ചു കുഞ്ഞുങ്ങളിലും യുവതി യുവാക്കന്മാരിലും മാതാപിതാക്കന്മാരിലും ഒക്കെ പൈശാചികമായ പ്രവണതകൾ, ചെയ്തികൾ കാണുമ്പോൾ ഓർക്കുക, ഇത് ദുഷ്കാലമാണ്. ദുഷ്ടത നിറഞ്ഞ, വേദന നിറഞ്ഞ ഈ വഴിയാത്രയിൽ നാം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ ചുംബിക്കുവാൻ നമുക്ക് കഴിയണം. യേശുനാഥന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ഈ കാലഘട്ടം വക്രതയുള്ള ഒരു കാലഘട്ടമായി നമുക്ക് പഠിക്കുവാൻ കഴിയും. നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത, 4-ാമതായി, ഇത് വക്രതയുള്ള കാലഘട്ടമാണ്. ക്രുക്കഡ് വേൾഡ് എന്നുള്ള പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിളിന്റെ മൂലഭാഷയിൽ ആ വാക്കുകൾ കുറിച്ചപ്പോൾ വിഷം തുപ്പുന്ന ഒരു പാമ്പിന്റെ ചലനത്തെ കുറിക്കുന്ന പദപ്രയോഗമാണത്. പത്തി ഉയർത്തി വിഷം ചീറ്റുവാൻ ആഗ്രഹിക്കുന്ന ഒരു പാമ്പിന്റെ ചലനത്തെ, വളഞ്ഞും പൊളഞ്ഞുമുള്ള ചലനത്തെ കുറിക്കുന്ന ഒരു പദം. വക്രതയുള്ള ഒരു കാലഘട്ടം. ശരിയായ വഴിയിലൂടെ നടക്കുന്നവരെ പതിയിരുന്ന് അവരുടെ മേൽ വിഷം വിതറുന്ന ഒരു കാലഘട്ടം. വിഷം ചീറ്റുന്ന ഒരു പാമ്പിന്റെ ചലനം പോലെ തന്നെ വളഞ്ഞും പുളഞ്ഞുമുള്ള ഒരു കാലഘട്ടം. ആരെയും വിശ്വസിക്കാൻ കഴിയത്തില്ല. സ്വന്തം അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം. കൂടെ ജോലി ചെയ്യുന്നവരെ, കൂടെ യാത്ര ചെയ്യുന്നവരെ, നാം സഹായിക്കുന്നവരെ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം. വിശുദ്ധ പൗലോസ് എത്രയോ നാളുകൾക്ക് മുൻപ് ഉപയോഗിച്ച പദപ്രയോഗം ഇത് വക്രതയുള്ള ഒരു കാലഘട്ടമാണ്. വീണ്ടും താൻ പറയുന്നു, 5-ാമതായി, ഇത് കോട്ടമുള്ള ഒരു കാലഘട്ടമാണ്. വക്രതയും കോട്ടവുമുള്ള ഒരു കാലഘട്ടം. ഡിപ്രേവ്ഡ് ജനറേഷൻ അഥവാ മലിനീകരിക്കപ്പെട്ട ഒരു കാലഘട്ടം. മലിനീകരിക്കപ്പെട്ട എന്നതിന്റെ ശരിയായ അർത്ഥം തല തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം എന്നാണ്. 21-ാം നൂറ്റാണ്ട് വക്രത നിറഞ്ഞ, മലിനീകരിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. പ്രിയരെ, ബൈബിൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയിരിക്കുന്ന ഈ ഒരു പദപ്രയോഗങ്ങൾ, ഇത് അന്ത്യ കാലഘട്ടമാണ്, ദുർഘട സമയങ്ങൾ ഉള്ള കാലഘട്ടമാണ്, ഇത് ദുഷ്കാലമാണ്, ഇത് വക്രതയുള്ള കാലമാണ്, ഇത് കോട്ടമുള്ള കാലഘട്ടമാണ്. ഇങ്ങനെ വളരെയധികം അപകടങ്ങൾ നിറഞ്ഞ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർക്ക് രക്ഷ നേടുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, യേശുക്രിസ്തുവിനെ ചുംബിക്കുക. ദുഷ്ടപിശാച് ആളുകളെ തകർത്ത് മദ്യത്തിലൂടെ, മയക്കുമരുന്നിലൂടെ, ചതിയിലൂടെ, ഭീഷണിയിലൂടെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ജനതയെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ വിലയിരുത്തി വേദപുസ്തകം ശക്തമായ ഒരു ആഹ്വാനം തന്നിരിക്കുകയാണ്. ദുർഘട സമയങ്ങൾ വരുന്ന ഈ കാലത്തെ നിങ്ങൾ നിയന്ത്രിക്കണം. ദൈവമക്കൾ നിയന്ത്രിക്കണം. ദൈവഭക്തിയുള്ളവർ നിയന്ത്രിക്കണം. ദൈവത്തെ അറിയുന്നവർ നിയന്ത്രിക്കണം. അതിന് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ കാര്യം യേശുക്രിസ്തുവിനെ ചുംബിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെട്ടു. അതിനെക്കുറിച്ച് യോഹന്നാൻ
എഴുതിയിരിക്കുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യമാണ് ഇവിടെ വായിക്കുന്നത്. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ അപകടങ്ങൾ പതിയിരിക്കുന്ന വഴിയാത്രയിൽ നശിച്ചു പോകാതിരിപ്പാൻ യേശുക്രിസ്തുവിനെ ചുംബിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ഉയർത്തപ്പെട്ടവനാണ്. എങ്ങനെ? ബൈബിൾ പറയുന്നു, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ ഉയർത്തപ്പെടുന്ന ക്രിസ്തു. ഇസ്രായേൽ ജനതയുടെ വഴിയാത്രയിൽ ആ ജനത ദൈവത്തെ മറന്നപ്പോൾ, ദൈവത്തിനെതിരെ പിറുപിറുത്തപ്പോൾ, ദൈവദാസന്മാർക്കെതിരെ പിറുപിറുത്തപ്പോൾ, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് ആ ജനതയുടെ ഇടയിലേക്ക് വിഷസർപ്പങ്ങളെ, പാമ്പുകളെ ദൈവം അയച്ചു. പാമ്പിന്റെ കടിയേറ്റവർ നിലവിളിക്കുമ്പോൾ, അവർ മോശയോട് അപേക്ഷിക്കുമ്പോൾ, ദൈവത്തോട് അപേക്ഷിക്കുവാൻ വേണ്ടി മോശയോട് അവർ പറയുമ്പോൾ, മോശ ദൈവത്തിന് മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. ദൈവം പ്രാർത്ഥന കേട്ട് മോശയോട് പറയുന്നു, മോശേ, നീ മരുഭൂമിയിൽ ഒരു താമ്ര സർപ്പത്തെ ഉയർത്തുക, ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തുക. പാമ്പിന്റെ കടിയേറ്റ് മരുഭൂമിയിൽ എവിടെ നിന്ന് ആര് നോക്കിയാലും ആ താമ്ര സർപ്പത്തെ നോക്കി കഴിയുമ്പോൾ അവർ രക്ഷ പ്രാപിക്കണം, അവർ വിടുവിക്കപ്പെടണം. അതുകൊണ്ട് മരുഭൂമിയിൽ എല്ലാവർക്കും കാണത്തക്ക നിലയിൽ നീ ഒരു താമ്ര സർപ്പത്തെ ഉയർത്തുക എന്ന് മോശയോട് ദൈവം അരുളി ചെയ്തു. എന്താ സംഭവിച്ചത്? മരുഭൂമിയിൽ പാമ്പിന്റെ കടിയേറ്റവർ അവരുടെ തല ഉയർത്തി നോക്കി മോശ ഉയർത്തിയ ആ താമ്ര സർപ്പത്തെ കാണുവാൻ വേണ്ടി അവർ രക്ഷ പ്രാപിച്ചു. ഇപ്പോൾ യോഹന്നാൻ പറയുന്നു, എല്ലാവരും യേശുവിനെ കാണണം, എല്ലാവരും യേശുവിനെ കാണുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ഉയർത്തപ്പെടണം. എന്തിനെന്നറിയാമോ? പാമ്പുകളുടെ കടിയേൽക്കുന്നത് പോലെ 21-ാം നൂറ്റാണ്ട് ഏൽപ്പിക്കുന്ന പ്രഹരങ്ങൾ, വേദനകൾ, പാപത്തിന്റെ പ്രവണതകൾ, മരണത്തിന്റെ ഭയം, ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷ നേടുവാൻ വേണ്ടി യേശുക്രിസ്തുവിനെ ഉയർത്തേണം, യേശുക്രിസ്തു ഉയർത്തപ്പെടണം. അവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ നേടുവാൻ കഴിയും. അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അതിനുശേഷം യോഹന്നാൻ 3:16 വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയരെ, എന്റെയും നിങ്ങളുടെയും മോചനത്തിനു വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, മരണത്തിലേക്ക്, ശാപത്തിലേക്ക്, നിത്യ നരകത്തിലേക്കുള്ള ഈ യാത്രയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി നസ്രയനായ യേശുക്രിസ്തു, ഉയരത്തിലെ പിതാവാം ദൈവത്തിന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ദാനമായി നൽകി. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടി, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു ഉയർത്തപ്പെട്ടു. ക്രൂശീകരണ സംഭവത്തിലെ ഏറ്റവും പ്രസക്തമേറിയ ഭാഗം കാൽവറിയിൽ യേശുവിനെ ഉയർത്തിയതാണ്. എല്ലാവർക്കും കാണുവാൻ തക്കവണ്ണം, എല്ലാവർക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവറിയിൽ ഉയർത്തപ്പെട്ടു. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, പുതിയ ഒരു ജീവിതത്തിന് വേണ്ടി, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഗ്രഹത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി കാൽവറിയിൽ ഉയർത്തപ്പെട്ട യേശുക്രിസ്തുവിനെ ചുംബിക്കുക. ആ കുരിശിന്റെ ചുവട്ടിലേക്ക് വരിക, യേശുവിനെ അറിയുക. ജീവിതത്തിൽ ഒരു പുതിയ സമാധാനം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. ദുഷ്ടപിശാച് വഴിയിൽ അപകടങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, ആയിരക്കണക്കിന് ആളുകൾ വഴിയാത്രയിൽ നശിച്ചു പോകുമ്പോൾ, കോടിക്കണക്കിന് മനുഷ്യർ 21-ാം നൂറ്റാണ്ടിൽ പാപത്തിന് അകപ്പെട്ടു പോകുമ്പോൾ, മരണത്തിലേക്ക് വഴുതി മാറുമ്പോൾ, മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ,
എത്രയെത്ര ലഹരി വസ്തുക്കളുടെ അടിമകളായി ജീവിതം പിച്ചു ചീന്തുമ്പോൾ ഓർക്കുക സ്നേഹിത, ഈ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. യുവർ ലൈഫ് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. കുടിച്ചും മുടിച്ചും തകർക്കുവാൻ ഉള്ളതല്ല ഈ ജീവിതം. കുലക്കയറിൽ അവസാനിപ്പിക്കുവാൻ ഉള്ളതല്ല ഈ ജീവിതം. ആത്മഹത്യയിൽ അവസാനിപ്പിക്കുവാനും ഉള്ളതല്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ ഒരുവൻ മരിച്ചു, നസറേനായ യേശു ക്രിസ്തു. ആ യേശുവിനെ നാം നോക്കുമ്പോൾ നമുക്ക് രക്ഷ നേടുവാൻ കഴിയും. ഈ സുവിശേഷത്തിന്റെ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദേശത്ത് സമാധാനം വിതരപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അക്രമവാസനകൾ നിറയുമ്പോൾ, ആക്രമണങ്ങൾ നിറയുമ്പോൾ, പരസ്പരം മനുഷ്യൻ കലഹിക്കുമ്പോൾ സമാധാനത്തിന്റെ ഈ നിത്യ സുവിശേഷം നമ്മെ പണിയുന്നതാണ്, കുടുംബങ്ങളെ പണിയുന്നതാണ്, വ്യക്തികളെ പണിയുന്നതാണ്, കുടുംബ ജീവിതത്തെ പണിയുന്നതാണ്. ദുഷ്ടപിശാച് നമ്മെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യേശു നമ്മെ പണിയുന്ന യേശുവാണ്. ആ യേശുവിലേക്ക് നിങ്ങൾ അടുത്തു വരുവാൻ വളരെ ഹൃദയംഗമായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നാം യാത്ര ചെയ്യുന്ന ഈ വഴിയാത്രയിൽ നമ്മെ സഹായിക്കുവാൻ ആത്യന്തികമായി യേശുനാഥന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു കുരുടനെ വഴി കാണിക്കുവാൻ കഴിയുകയില്ല എന്ന് നാം സാധാരണ പറയാറുള്ളത് പോലെ മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയും. പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് അലറി നടക്കുമ്പോൾ പിശാചിന്റെ അടിമത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ പിശാചിനെ കാൽവറിയിൽ തോൽപ്പിച്ച, തകർത്ത് കളഞ്ഞ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന ഈ നൂറ്റാണ്ടിൽ നമ്മെ സഹായിക്കുവാൻ യേശുനാഥന് മാത്രമേ കഴിയുകയുള്ളൂ. വേദപുസ്തകം പറയുന്നുണ്ട്, പലരും ഇടറി വീണു പോകുന്ന ഒരു കാലഘട്ടമാണിത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്യാഗികളുടെ ഒരു കാലഘട്ടമാണ്. അനേകര് നിലംപരിചയായി തകർന്നു പോകുന്ന ഒരു കാലഘട്ടം. പക്ഷേ എനിക്കും നിങ്ങൾക്കും രക്ഷ നേടുവാൻ കഴിയും. ഒരൊറ്റ മാർഗം, നസ്രേനായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക, യേശുവിലേക്ക് നോക്കുക. നിങ്ങളിപ്പോൾ എവിടെ ആണെങ്കിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ വളരെ ഹൃദയംഗമായി നിങ്ങളെ സ്പർശിച്ചു പറയുന്നു, നാം കാണേണ്ട, നാം ദർശിക്കേണ്ട വ്യക്തിത്വം മറ്റാരുമല്ല, ഉയരത്തിലെ പിതാവാം ദൈവത്തിന്റെ ഓമനപുത്രനായ യേശുനാഥനാണ്. ആ യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. ക്രിസ്തുവിന് നമ്മെ സഹായിക്കുവാൻ കഴിയും, നമ്മുടെ കൈക്ക് പിടിക്കുവാൻ കഴിയും, പുതിയ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുവാൻ കഴിയും. എത്ര വേദനാജനകമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിലും യേശുവിന് നിങ്ങളെ പണിയുവാൻ കഴിയും. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ യേശുവിന്റെ അരികിലേക്ക് വരുവാൻ, അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ കണ്ണുകളെ അടച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ വചനം പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ഈ മനോഹരമായ നിമിഷങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വളരെ വേദനയിലൂടെ, പ്രയാസത്തിലൂടെ, സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരെ അവിടുന്ന് വിടുവിക്കണമേ. ഞങ്ങളിപ്പോൾ കേട്ടതുപോലെ ദുർഘടങ്ങൾ നിറഞ്ഞിരിക്കുന്ന, വക്രത നിറഞ്ഞിരിക്കുന്ന ഈ ദുഷ്കാലത്തിൽ ഞങ്ങൾക്ക് രക്ഷ നേടുവാൻ തന്നിരിക്കുന്ന യേശു ക്രിസ്തുവാകുന്ന ആ പുതിയ വഴിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ആ ക്രിസ്തുനാഥനിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുന്നു. ഈ നിന്റെ മക്കൾ ഇപ്പോൾ നിന്നിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ സ്വർഗം തുറന്ന് അവരെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇതിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന സാഹചര്യം എന്തു തന്നെയാണെങ്കിലും, എത്ര മാനസികമായ സംഘർഷങ്ങളോ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളോ രോഗങ്ങളോ എന്തുമാകട്ടെ, യേശുനാഥ അങ്ങ് അവരെ പണിയണമേ. ഒരു പുതിയ സമാധാനം അങ്ങ് കൊടുക്കുമാറാകണമേ. ജീവിതത്തിൽ അവർ ആർത്ത് സന്തോഷിക്കുവാൻ അങ്ങ് അവരെ പണിയുമാറാകണമേ. അങ്ങ് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.
പാസ്റ്റർ VP ഫിലിപ്പ് എഴുതിയ പുസ്തകങ്ങൾക്ക് സന്ദർശിക്കുക. മീഡിയ മിഷൻ, പാസ്റ്ററൽ റിസോഴ്സ് സെന്റർ, കുമ്പനാട്. കോൺടാക്ട് നമ്പർ 9446346360.